നമസ്കാരം. ഞാനിപ്പോഴുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്തുള്ള വരിക്കാശ്ശേരി മനയിലാണ്. സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വരിക്കാശ്ശേരി മന എന്ന് കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. ഒരുവിധം എല്ലാവർക്കും അറിയാൻ പറ്റും. കാരണം നമുക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ട ആറാം തമ്പുരാൻ, ദേവാസുരം, രാവണപ്രഭു തുടങ്ങിയ സിനിമകളിലെല്ലാം ലൊക്കേഷനായിട്ട് വരുന്നത് ഈ വരിക്കാശ്ശേരി മനയാണ്. അപ്പോൾ ഈ സിനിമകളൊക്കെ കാണണ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നൊരാഗ്രഹമാണ്. ആ സിനിമയിൽ തന്നെ നല്ല ഭംഗിയല്ലേ ഇതൊക്കെ കാണാനായിട്ട്, ഈ സ്ഥലമൊക്കെ. അപ്പോഴേ ഉണ്ടായിരുന്നൊരാഗ്രഹമാണ് എപ്പോഴെങ്കിലും ഈ വരിക്കാശ്ശേരി മനയൊന്ന് പോയി കാണണം എന്നുള്ളത്. അപ്പോൾ എൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വരാൻ അത്രയധികം ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ അവിടേക്ക് വരണം, കാണണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോഴാണ് ആ ആഗ്രഹം ഒന്ന് സാധിച്ചത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും ആ സിനിമയിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഭംഗിയുണ്ടല്ലോ, അതിപ്പോൾ ചില സംഭവങ്ങൾ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഒരു ഭംഗി നേരിട്ട് പോയി കണ്ടാൽ ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ സിനിമയിൽ കാണുമ്പോൾ നമുക്ക് എത്രത്തോളം ഭംഗിയിൽ ഈ മന കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ആ സെയിം ഫീലായിരിക്കും നമുക്ക് ഇവിടെ വരുമ്പോൾ ഉണ്ടാവുക. അത്ര ഭംഗിയുണ്ട് ഇവിടെ. പിന്നെ ഇവിടുത്തെ ഒരു പാലക്കാടൻ കാറ്റ്, ആ കാറ്റിൻ്റെ ഒരു സുഖം പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയധികം കാറ്റ്. അറിയാമല്ലോ എല്ലാവർക്കും, പാലക്കാടൻ കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര ഒരുമാതിരി കാറ്റല്ലേ. അതുപോലെ തന്നെ നല്ല കാറ്റുണ്ട്. ഇവിടെ വന്ന് നിന്നപ്പോൾ സന്തോഷമാണോ അതോ ഇത് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണോ എന്താണോ എന്നറിയില്ല, എന്തൊക്കെയോ ഒരു ഫീലാണ്. അപ്പോൾ നമ്മൾ നേരെ കാണുന്നതാണ് ഈ വീടിൻ്റെ പൂമുഖം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൂമുഖം സിനിമകളിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണല്ലോ. ഇതിപ്പോൾ ആറാം തമ്പുരാനിലായാലും ആറാം തമ്പുരാൻ ഇരിക്കണതും അവിടെ നിന്നുള്ള സംസാരിക്കണ ഒരുപാട് സീൻസ് സിനിമയിലുണ്ട്. അതുപോലെ തന്നെ ദേവാസുരത്തിൽ നീലകണ്ഠനും രാവണപ്രഭു ഇന്ദുചൂടനും എല്ലാം ഈ പൂമുഖത്തിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ സിനിമകളിലൊക്കെ തന്നെ. ദേവാസുരത്തിൽ രേവതിയെ നിർബന്ധിപ്പിച്ച് കൊണ്ടുവന്ന് ഡാൻസ് കളിപ്പിക്കണില്ലേ മോഹൻലാൽ. ഒരു പരിപാടിക്ക്, ഉത്സവത്തിന് പ്രോഗ്രാം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ നിർത്തി ഡാൻസ് കളിപ്പിക്കുന്നത് അത് ഈ പൂമുഖത്ത് വെച്ചിട്ടാണ്. വലിയ മരത്തടിയിലുള്ള തൂണുകളായിട്ടുള്ള ഈ പൂമുഖം കാണാൻ നല്ല അടിപൊളിയാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇതിപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ. അപ്പോൾ ഇവിടെ ഒരുപാട് സന്ദർശകർ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ ആറാം തമ്പുരാനെയൊക്കെ ഓർമ്മിപ്പിക്കാനായിരിക്കും ടൂറിസ്റ്റ് പ്ലേസ് ആകുമ്പോൾ അതിൻ്റെ ഓരോ പ്രത്യേകതകളൊക്കെ അവരിവിടെ ചെയ്യുമല്ലോ. അതിനു വേണ്ടി ഇവിടെ ഒരു കസേര ഇവിടെ സ്ഥിരമായിട്ട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർ, ഞങ്ങൾ ചെന്നന്ന് ഞങ്ങൾ കണ്ട കാഴ്ച അതാണ്. ഇവിടെ വരുന്നവരൊക്കെ ഓടി വന്ന് അതിലിരുന്ന് ഫോട്ടോ എടുക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഒരു ആറാം തമ്പുരാനെയൊക്കെ ഒരു ഓർമ്മിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഈ സ്ഥലത്തിന് കുറച്ചും കൂടി ഒരു ഭംഗി കൂടുമല്ലോ നമുക്ക് ആ സിനിമയിലെ സംഭവങ്ങളൊക്കെ ഓർമ്മ വന്നാൽ. നമ്മൾ ഈ പൂമുഖത്ത് നിന്ന് അകത്തേക്ക് കടക്കുന്നത് ഇവിടുത്തെ നടുമുറ്റത്തേക്കാണ്. അപ്പോൾ ഈ നടുമുറ്റത്തിനുണ്ട് സിനിമയിൽ നല്ല ഇമ്പോർട്ടൻസ്. അതിപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആറാം തമ്പുരാനിൽ ഇന്നസെൻറ്റ് ഭരതനസയായിട്ടല്ലേ വരുന്നത്. അപ്പോൾ ഇന്നസെൻറ്റ് മോഹൻലാലിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ മോഹൻലാലിനെ പിന്നെ വിളിച്ചു പറയും, ആരൊക്കെയോ മേലുദ്യോഗസ്ഥർ വിളിച്ചു പറഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ ഇന്നസെൻറ്റ് തിരിച്ചു പോകാനായിട്ട് പോണ നേരത്ത് മോഹൻലാൽ പറയുന്നില്ലേ, എന്നെ അറസ്റ്റ് ചെയ്യൂ ഭരതനസൈ എന്ന് പറഞ്ഞ് ഇന്നസെൻറ്റിൻ്റെ പിന്നാലെ പോണില്ലേ. അതൊക്കെ ഷൂട്ട് ചെയ്തത് ഈ ഒരു നടുമുറ്റത്ത് വെച്ചിട്ടാണ്. അതുകൊണ്ട് ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ ഈ സിനിമയിലെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും. ഈ നടുമുറ്റത്ത് നിന്ന് പിന്നെ അകത്തേക്ക് കയറാൻ പറ്റുന്നത് ഇപ്പോൾ സന്ദർശകർക്ക് ആകെ 2 വാതിൽ മാത്രമേ ഓപ്പൺ ആയിട്ട് തന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് കയറാൻ പറ്റണ 2 റൂമെന്ന് വെച്ചാൽ ഈ 2 റൂമിൽ നിന്നും കണക്റ്റഡ് ആണ് ഇവിടുത്തെ അടുക്കള. ഇവിടെ 2 അടുക്കളയുണ്ട്. അപ്പോൾ ഈ അടുക്കളയിലേക്ക് കയറി അതൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും ഈ 2 ഡോറ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്.
അങ്ങനെ അവിടെ ചെന്ന് അടുക്കളയൊക്കെ കണ്ട് ഒരു അടുക്കളയിൽ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട് മുകളിലേക്ക് കയറാനായിട്ട്. അതൊക്കെ ഇപ്പോൾ അടച്ചിട്ടേക്കാം. അതുമല്ല ഇതിൻ്റെ മുകൾ ഭാഗം മൊത്തത്തിൽ അടച്ചിട്ടേക്കാം. നേരത്തെയൊക്കെ ഇത് ഓപ്പൺ ആയിരുന്നു എന്നാണ് പറഞ്ഞറിഞ്ഞത്. അപ്പോൾ ഇപ്പോഴെന്ന് വെച്ചാൽ എന്തോ സേഫ്റ്റി ഇഷ്യൂസൊക്കെ കാരണം ഇത് ഇപ്പോൾ മുകളിലേക്കൊന്നും നമുക്ക് കയറാൻ പറ്റില്ല. ഈ താഴെയുള്ള കുറച്ച് സ്ഥലം മാത്രമേ കാണാൻ പറ്റുള്ളൂ. വേറെയും ഒരുപാട് സിനിമയിലുണ്ടല്ലോ ഈ വീട്. പക്ഷേ എനിക്കിപ്പോൾ ഓർമ്മ വരുന്ന ഈ സിനിമകൾ, ഞാനിപ്പോൾ ഈ പറഞ്ഞ 3 സിനിമകൾ മാത്രമേ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുള്ളൂ. വേറെ ഒരുപാട് സിനിമകളുണ്ട് ഇവിടെ ഷൂട്ട് ചെയ്തത്. ഈ സിനിമ ഷൂട്ടിംഗ് നടന്നാണല്ലോ ഈ വരിക്കാശ്ശേരി മന ഫേമസ് ആയത്. അല്ലാതെ വേറെ ഒരു പ്രത്യേകത ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വേറെ ഒരുപാട് സിനിമകളുണ്ട്. ഇതാണ് ഇവിടുത്തെ പത്തായപ്പുര. എനിക്ക് ഈ മനയിലേക്ക് വരണം എന്നുള്ള ആഗ്രഹം പ്രധാനമായിട്ടുണ്ടായിരുന്നത് ഈ പത്തായപ്പുര കാണാനായിട്ടാണ്. എനിക്ക് ഈ പത്തായപ്പുരയുടെ മൊത്തത്തിലുള്ളൊരു കാഴ്ചയിലുള്ള ഭംഗി, അതിൻ്റെ ഒരു കളറും അതിൻ്റെ ഒരു ഡിസൈനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ പത്തായപ്പുര കാണണം എന്നുള്ളതായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ ഒരു ആഗ്രഹം എന്നുള്ളത്. അത് പ്രധാനമായിട്ടും എനിക്ക് ഈ പത്തായപ്പുരയുടെ കാര്യത്തിൽ ഓർമ്മ വരണം എന്താ വെച്ചാൽ, ഈ ദേവാസുരത്തിൽ രേവതി രാത്രിയിൽ ഈ പത്തായപ്പുരയിൽ നിന്നിട്ട് നോക്കുമ്പോഴാണ് ഈ മോഹൻലാൽ രാത്രി അമ്മയെ കണ്ട് വന്നിട്ട് ഇവിടെ ഒരു കാർ ഷെഡ് ഉണ്ട് ഈ മനയുടെ ഫ്രണ്ടിലായിട്ട്. അപ്പോൾ അത് തുറന്ന് കാറിലേക്ക് നോക്കി അച്ഛനെ ചീത്ത പറയുന്ന ഒരു സീനില്ലേ, അത് അപ്പോൾ രേവതി ഈ പത്തായപ്പുരയിൽ നിന്ന് അങ്ങോട്ട് നോക്കിയിട്ടാണ് ഇത് കാണുന്നത്. അതൊക്കെ സെറ്റ് ഇട്ടതാണല്ലോ. ഇപ്പം അങ്ങനെ ഒരു കാർ ഷെഡൊന്നും അവിടെ ഇല്ല. അതൊക്കെ സെറ്റ് ഇട്ടതായിരുന്നു സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ എനിക്ക് എന്തായാലും ഈ പത്തായപ്പുര കാണുമ്പോൾ അതായിരുന്നു ഒരു ഓർമ്മ. എനിക്കപ്പോൾ അതുകൊണ്ട് തന്നെ ആ സീനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ പത്തായപ്പുര ആയിരുന്നു എനിക്ക് ഇവിടെ വരുമ്പോൾ ഫസ്റ്റ് കാണാനുള്ള പ്രയോറിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഈ പത്തായപ്പുര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഇവിടെ നെല്ലും മറ്റ് വിഭവങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ മനകളിലൊക്കെ ഈ ഇതുപോലെ വലിയ പത്തായപ്പുരകൾ ഉണ്ടാക്കിയിരുന്നത്. ഈ പത്തായപ്പുരയുടെ 2 സൈഡിലും മുകളിലേക്ക് പോകാനായിട്ടുള്ള സ്റ്റെപ്പ് ഉണ്ട്. ഒരു സൈഡിലുള്ള സ്റ്റെപ്പാണ് ഈ ചുറ്റിയുള്ള കോണി. അപ്പോൾ ഇത് കയറൽ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ കാല് ഫുൾ ഇതിൽ വെക്കാൻ പറ്റില്ല. ഒരു സൈഡ് വീതി ഉള്ളതും ഒരു സൈഡ് തീരെ വീതി ഇല്ലാത്തതുമാണ്. അപ്പോൾ ഇതിലെ കയറി പോവൽ കുറച്ച് റിസ്ക്കാണ്. എന്നാലും പിന്നെ നമുക്ക് ഇതുപോലത്തെ ചുറ്റ് കോണിയൊന്നും എല്ലാ സ്ഥലത്തും കാണാനില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് റിസ്ക് എടുത്തിട്ടായാലും അതിലെ തന്നെ കയറി. എന്താണ് അതിൻ്റെ ഒരു രസം എന്നറിയണ്ടേ, അതിനു വേണ്ടി. അങ്ങനെ ഇതിൻ്റെ മുകളിൽ വരുമ്പോൾ ഇവിടെ 3 റൂമാണുള്ളത്. 2 സൈഡിലും ഒരു റൂം, സെൻറ്ററിൽ ഒരു റൂം. സെൻറ്ററിലുള്ളത് കുറച്ച് വലിയ റൂമാണ്. പിന്നെ 2 സൈഡിലും ചെറിയ ചെറിയ റൂമുകളാണ്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ വന്നപ്പോഴാണ് ഈ ജനലിലൂടെ നോക്കിയപ്പോൾ അറ്റത്തൊരു ആന നിൽക്കുന്ന കണ്ടത്. ഞാനൊരു ആനപ്രേമിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആനയെ കാണാനും ആനയുടെ അടുത്ത് പോകാനും ഒക്കെ. അപ്പോൾ ഈ ആനയെ കണ്ടപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുമെന്ന് ഞങ്ങൾ അന്വേഷിച്ചായിരുന്നു. പക്ഷേ അതിൻ്റെ അടുത്തേക്ക് സന്ദർശകരൊന്നും കടത്തി വിടണില്ല. അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക അങ്ങോട്ട് പോകാതിരിക്കാനായിട്ട്. എന്തായാലും ഇത് വളരെ പഴക്കമുള്ള മനയല്ലേ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ സംഗതികളും ചെയ്തേക്കുന്നതൊക്കെ നല്ല കട്ടിയുള്ള തടിയിലാണ്. അപ്പോൾ ഇവിടുത്തെ മച്ചൊക്കെ എല്ലായിടത്തും മച്ചുണ്ടാവുമല്ലോ മനകളിലൊക്കെ, ഇതുപോലത്തെ വീടുകളിലൊക്കെ. മച്ചൊക്കെ കണ്ടാൽ അറിയാം നമുക്ക്. പണ്ടത്തെ നല്ല കട്ടിയിലുള്ള തടിയിലുള്ള മച്ചാണിത്. എന്തായാലും കാണാനൊക്കെ നല്ല രസമാണ് ഇവിടെ. പിന്നത്തെ കാര്യം, ഇവിടെ നിന്ന് മനയിലേക്ക് നോക്കിയാൽ നല്ല സൂപ്പർ വ്യൂ ആണ്. സൂപ്പറായിട്ട് മന ഫുൾ കാണാൻ പറ്റണമെങ്കിൽ ഈ പത്തായപ്പുരയുടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് നോക്കണം. നല്ല അടിപൊളിയായിട്ട് ഇതും മനയും അവിടുത്തെ മിറ്റം ഫുൾ കാണാൻ പറ്റും. പിന്നെ സിനിമകളിൽ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ പൂമുഖത്തിൻ്റെ നേരെയാണ് സിനിമയിലൊക്കെ ഈ വീടിൻ്റെ ഗേറ്റ് വരുന്നത്. അങ്ങനെ ഒരു ഗേറ്റ് ഇവിടെ ഇല്ല. ഇപ്പോൾ നമ്മൾ പോകുന്നതും വരുന്നതും ആയ വഴിയൊക്കെ വേറെ സൈഡിൽ കൂടെയാണ്. അല്ലാതെ ഈ പൂമുഖത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു വഴിയില്ല, അവിടെ ഒരു പറമ്പാണുള്ളത്. അതൊക്കെ സിനിമയ്ക്ക് വേണ്ടി പ്രത്യേകം സെറ്റ് ഇടണതാണ്. പിന്നെ ഈ മനയുടെ കോമ്പൗണ്ടിൽ തന്നെ ഈ മനയുടെ അടുത്തായിട്ട് മന എന്നു പേരുള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു കഫേ ഉണ്ട്. ഇനി നമ്മൾ പുറത്തേക്ക് വരികയാണെങ്കിൽ പുറത്ത് നല്ലൊരു കണിക്കൊന്ന നിൽക്കുന്നുണ്ട് മുറ്റത്ത്. പിന്നെ വിനോദസഞ്ചാരികൾക്കായിട്ട് ഒരു ബാത്റൂം ഉണ്ട്.
പാർക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ പാർക്കിങ്ങിന് ഇവിടെ ഇഷ്ടം പോലെ സ്ഥല സൗകര്യമുണ്ട്. ഒരുപാട് വണ്ടികൾ ഒരുമിച്ച് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഒരാൾക്ക് 50 രൂപയാണ് ഇവിടെ എൻട്രൻസ് ഫീ. രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് വിസിറ്റിംഗ് ടൈം. അപ്പോൾ ഇതൊക്കെയാണ് വരിക്കാശ്ശേരി മനയിൽ ഞാൻ കണ്ട കാഴ്ചകളും എനിക്കറിയാവുന്ന വിശേഷങ്ങളും. ഇവിടെ വന്ന് കണ്ടാൽ ഉറപ്പായിട്ട് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമകൾ നമുക്ക് ഓർമ്മ വരും. എന്തായാലും വരാൻ പറ്റിയ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണ് വരിക്കാശ്ശേരി മന.